അപ്പോൾ ചേട്ടൻ്റെ കനയിൽ നിന്നും നിരവധി നായകൾ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുകയും ചാമ്പ്യൻസ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആ ചാമ്പ്യൻഷിപ്പുകളെക്കുറിച്ചും ആ നായകളെക്കുറിച്ചും ഒന്ന് പറയാമോ? ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ജേണി എൻജോയ് ചെയ്യണ ഒരാളാണ്. അതുകൊണ്ടാണ് എന്നെ ഇതുവരെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചതെന്നാണ് എൻ്റെ വിചാരം. വളരെ സീരിയസ് ആവാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ സന്തോഷിച്ച് ഇത് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ വെച്ച് നമ്മളൊരു യുദ്ധം പോലെ പോകുന്നതല്ല, ഒരു രസകരമായ യാത്രയാണ്, ഒരു യുദ്ധമല്ല ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇതിൽ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഉണ്ട്. ഈ ഡോഗ് ഷോയ്ക്ക് എന്ന് പറയുമ്പോൾ വളരെ കോമ്പറ്റീറ്റീവാണ്, വളരെ ശത്രുതാ മനോഭാവം, യുദ്ധം. നിൻ്റെ ഡോഗിനെ ഞാൻ അടിക്കും, എൻ്റെ ഡോഗിനെ നിങ്ങൾ അടിക്കും, കാശ് മുടക്കി ലക്ഷങ്ങളും കോടികളും മുടക്കി ഡോഗ്സിനെ കൊണ്ടുവരുന്നു, അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നൈമിഷികമായിട്ടുള്ളൊരു ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ളൊരു പ്രയാണമാണ്. അപ്പോൾ അതിനെ അത്തരത്തിലെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഡോഗ്സ്, ഞാൻ ഒരുപാട് നിരവധി ചാമ്പ്യന്മാരെ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു സ്പെഷ്യാലിറ്റി ഷോയ്ക്ക് V1 എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് വൺ, എക്സലൻറ്റ് വൺ, വെരി ഗുഡ് അല്ല എക്സലൻറ്റ് വൺ വരുന്ന ബ്രെഡ് ഇൻ ഇന്ത്യ ഡോഗ്, ഇന്ത്യയിൽ ബ്രീഡ് ചെയ്തിട്ടുള്ള ഡോഗ് എൻ്റേതാണെന്നാണ് എൻ്റെ വിശ്വാസം. തേജാസ് ഫ്ലിക്ക് എന്ന് പറഞ്ഞൊരു ഡോഗ്. അത് ഞാൻ ബ്രീഡ് ചെയ്തതല്ല, ഞാൻ വളർത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് ഷോ ചെയ്തതാണ്. അതിനെ കൂടാതെ ഒരുപാട് ഡോഗ്സ്, എൻ്റെ നല്ല ഡോഗ്സ് ഉണ്ടായിട്ടുണ്ട്. ബ്രീഡ് ചെയ്തിട്ടുള്ള വൈൽഡ് സ്റ്റോപ്പ് അഥീനയുണ്ട്. അതിനേക്കാളും ഒരുപക്ഷെ ഒരു ചെറിയ കാലം കൊണ്ട് മേലേക്ക് വന്ന നിയ എന്ന് പറഞ്ഞൊരു ഫീമെയിലുണ്ട്. സീനിയ എന്നാണ് അവളുടെ വൈൽഡ് സ്റ്റോപ്പ് സീനിയുണ്ട്. അങ്ങനെ നിരവധി ഡോഗ്സ്, പലതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇപ്പോൾ. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഷോ എന്ന് പറയുമ്പോൾ മത്സരമാണ്. അവിടെ ഒരു മത്സര ബുദ്ധിയോടുകൂടി ആൾക്കാരെ സമീപിച്ച് തമ്മിൽ മാറ്റുരച്ച് നോക്കുന്നൊരു സംഭവമാണ്. ഒരുപാട് പേര് അവരുടെ ഡോഗ്സിനെ കൊണ്ടുവരും, അവർ പരസ്പരം മാറ്റുരച്ച് നോക്കും ഏതാണ് വിജയിയാവുന്നത്. അപ്പോൾ അതിനെ തീർത്തും ഒരു മത്സരബുദ്ധിയോട് മാത്രം കാണാതെ രസകരമായിട്ട് തന്നെ കാണണം. ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡോഗ് ഷോയ്ക്ക് പോകുമ്പോൾ എല്ലാവരും സന്തോഷിച്ച് നിൽക്കും. ഇപ്പോൾ നമ്മൾ എറണാകുളത്തൊരു ഡോഗ് ഷോയ്ക്ക് പോവുകയാണ്, എൻ്റെ ഡോഗ്സ് ഉണ്ടാവും, മറ്റാളുടെ ഡോഗ്സ് ഉണ്ടാവും. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് സംസാരിക്കും. ചിലർ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ട് വരും, അത് കഴിക്കും. ചിലപ്പോൾ അതിൽ ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഒരു ഡോഗെ വിജയിക്കൂ, പക്ഷെ അതിൻ്റെ ഒരു പാർട്ടി സന്തോഷം അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ചെറുപ്പക്കാർ വന്നിട്ട്, ഒരുപാട് ആൾക്കാർ വന്നിട്ട് അതിനെ മത്സര ബുദ്ധിയോട് മാത്രം കാണുകയും അവരുടെ ശത്രുത പരത്താനൊരു വേദിയായിട്ടും ഇടമായിട്ടും അതിനെ കൊണ്ടുപോകുന്നുണ്ട്. അത് വളരെ അപലപനീയമാണ്, വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. നിരവധി ചാമ്പ്യൻസും നിരവധി സ്പെഷ്യാലിറ്റി ഷോ വിന്നേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ബ്രീഡിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി എന്നെക്കൊണ്ട് നന്നായിട്ട് സംഭാവന ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിചാരം. കോവിഡിന് തൊട്ട് മുമ്പ് ഏകദേശം ഒരു 2-3 വർഷം, കോവിഡിന് 2-3 വർഷം മുമ്പേയും കോവിഡ് തുടങ്ങി ഒരു ഏകദേശം 2021 വരെ, 2021 തൊട്ട് മേലോട്ടൊരു 2-3 വർഷം തികച്ചും കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിരുന്നു. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ബ്രീഡിങ്ങൊക്കെ വീണ്ടും ഒന്നുകൂടെ നന്നാക്കാനൊക്കെ ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ആദ്യം അത് എളുപ്പമായിരുന്നില്ല. ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡിങ്ങും ജർമ്മൻ ഷെപ്പേർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെൻറ്റും വളരെ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ ശ്രമകരമാണ് എന്ന് പറയുകയായിരിക്കും നല്ലത്. ശരി, വളരെ ശ്രമകരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കടമ്പകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം റൈറ്റ് ട്രാക്കിലാണ്. അതിൻ്റെ ഫലങ്ങൾ ഏകദേശം ചിലപ്പോൾ 1-2 വർഷത്തിനകം ഉണ്ടാവും. വളരെ ലിമിറ്റഡായിട്ട് ബ്രീഡ് ചെയ്യൂ. അനുയോജ്യമായിട്ടുള്ള മെയിൽസ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ബ്രീഡ് ചെയ്യൂ. ഇപ്പോഴത്തെ നമ്മുടെ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ കാലത്ത് ഈ മൃഗങ്ങളെ അല്ലെങ്കിൽ നായകളുമായിട്ടുള്ള പരിപാലനവും അവയുടെ ബ്രീഡിങ്ങും ഇതൊരു വ്യവസായം അല്ലെങ്കിൽ ഇതൊരു വരുമാന മാർഗമാക്കി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാർഗമാണോ? തീർച്ചയായിട്ടും വരുമാന മാർഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം എന്ന് പറഞ്ഞാൽ നരസിംഹറാവു തുടങ്ങി വെച്ച് ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാരിൽ നിന്ന് ഒരു വലിയ വിഭാഗം ഒരു മിഡിൽ ക്ലാസ് ശ്രേണിയിലേക്ക് ഉയർന്നു വന്നു. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സുകാരൻ്റെ അല്ലെങ്കിൽ റിച്ച് പീപ്പിൾ, ഒരു ഉപരിവർഗത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഒരു വളർത്തുനായ. അങ്ങനെ ഒരുപാട് പേര് നായ വളർത്താൻ തുടങ്ങി. ഒരുപാട് പേര് നായ വീട്ടിൽ വേണം എന്നുള്ള ആഗ്രഹമായിട്ട് വന്നു. നായകൾക്ക് മൂല്യം കൂടിയപ്പോൾ നായകളുടെ പരിപാലനത്തിന് വേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ട സപ്ലിമെൻറ്റ്, അവർക്ക് വേണ്ട കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള
ആഹാരം, അവർക്ക് വേണ്ട ആക്സസറീസ്, അതായത് ബെൽറ്റ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഷൂസ്, സ്നാക്സ്, അങ്ങനെ വളരെ ഒരു വലിയ തരത്തിലുള്ള കാര്യങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാനും അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനും തുടങ്ങി. അപ്പോൾ അനവധി സാധ്യതകളാണ് അതിലൂടെ തുറന്നു കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തന്നെ ഉണ്ട് പെറ്റ്സ് ലൈഫ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഒരു ഷോപ്പ് തുറന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ഒരു ഗ്രൂമിങ്ങും ഡോഗിൻ്റെ ഫുഡും എല്ലാം ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മൾ ഡോഗ്സ് വളർത്തിയാലും അതൊരു വരുമാന മാർഗ്ഗമാണ്. അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള പല ബിസിനസ്സും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡോഗ് വളർത്തലെന്ന് പറയുമ്പോൾ അതിൽ തന്നെ 2-3 കാര്യങ്ങളുണ്ട്. കാരണം ഡോഗ് വളർത്തലിനെ ഈ നായയുടെ ബ്രീഡിങ്ങിനെ പ്യുവറായിട്ടൊരു കൊമേഴ്ഷ്യൽ കാര്യമായിട്ട് മാത്രം എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഒരു ഫർണിച്ചർ കച്ചവടമാണെങ്കിൽ ഒരു പ്യുവർ കൊമേഴ്ഷ്യലായിട്ടുള്ള കാര്യമായിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ നായ എന്ന് പറയുന്നത് ജീവനുള്ളൊരു മൃഗമാണ്, വളർത്തു മൃഗമാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സായിട്ട് അതിനെ കാണുന്നതിനോടൊപ്പം തന്നെ വളരെയധികം സ്നേഹവും റെസ്പോൺസിബിലിറ്റിയും വേണം ഒരു വ്യക്തി അത് ചെയ്യുമ്പോൾ. പ്യുവറായിട്ട് ബിസിനസ്സായിട്ട് മാത്രം കാണാതെ വളരെ വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ടും കാണണം. ഇപ്പോൾ പെറ്റ്സ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട്. അപ്പം എന്താണ് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിൽ ഏറ്റവും പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഉള്ള പെറ്റ് പോപ്പുലേഷൻ വല്ലാതെ കൂടി. അപ്പോൾ പെറ്റ്സിന് അനുബന്ധമായിട്ടുള്ള ബിസിനസ്സുകളും ഒരുപാട് കൂടി. അപ്പോൾ ഒരുപാട് പേര് പെറ്റ് ഷോപ്പുകൾ തുടങ്ങി. ഒപ്പം തന്നെ ഞങ്ങളും പെറ്റ് ഷോപ്പ് തുടങ്ങി. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റിയ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ താങ്കൾ ഒരു പെറ്റിനെ വാങ്ങിയിട്ട് വരുമ്പോൾ ഒരു പെറ്റ് ഷോപ്പുകാരൻ യാതൊരു അറിവും ഇല്ലാത്തൊരു പെറ്റ് ഷോപ്പുകാരനാവാൻ പാടില്ല. അവർക്ക് ഈ ബാക്ക്ഗ്രൗണ്ട്, നായയെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന, നായയെ ബ്രീഡ് ചെയ്ത ആളോ അല്ലെങ്കിൽ വീട്ടിൽ ഡോഗ്സ് ഉള്ള ആളോ ആയിരിക്കണം. നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പെറ്റ് കൺസൾട്ടേഷൻ കൊടുക്കാൻ പറ്റും. ഒരാൾ അവരുടെ ഡോഗുമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡോഗിനെ പുതുതായിട്ട് വാങ്ങുകയാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? ഒരു വലിയ സമസ്യയാണ്. കാരണം പലർക്കും ഒരു ഡോഗിനെ വാങ്ങിച്ചു കഴിയുമ്പോൾ എങ്ങനെ കൊടുക്കണം, എന്ത് ആഹാരം കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, 100 തരം സംശയങ്ങളാണ്. അവർ പലപ്പോഴും അനാഥരാണ്. അവരുടെ സംശയങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാനോ അവരെ നേരായ ദിശയിൽ നയിക്കാനോ ആർക്കും പറ്റുന്നില്ല. പലപ്പോഴും ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ ഡോക്ടർമാർ ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ഡോക്ടർമാരെ സമീപിച്ചിട്ട് എനിക്കൊരു നല്ല നായ എടുത്ത് തരണം എന്ന് പറയണം. നല്ല നായ പലപ്പോഴും പല ഡോക്ടർമാർക്കും അറിയാൻ വഴിയില്ല. അല്ലെങ്കിൽ ഏത് ഫുഡാണ് കൊടുക്കേണ്ടത്, ഏത് ബ്രാൻഡാണ് കൊടുക്കേണ്ടത്, ഡോക്ടർമാർക്ക് ചിലപ്പോൾ അറിയാൻ വഴിയില്ല. കാരണം അവർ എല്ലാ ഫുഡിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡീസ് നടത്തിയിട്ട് വരില്ല. അല്ലെങ്കിൽ ഒരു ബ്രീഡറെ കണ്ടിട്ട് ചോദിക്കും ഏത് മരുന്നാണ് കൊടുക്കേണ്ടത്. മരുന്നിനെ പറ്റി ആധികാരികമായിട്ട് പറയേണ്ടത് ഡോക്ടറാണ്, ബ്രീഡറല്ല. അപ്പോൾ അങ്ങനെ കൺഫ്യൂസ്ഡാണ് ആൾക്കാർ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഷോപ്പിൽ വരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള അനുഭവ സമ്പത്തുണ്ട്. പിന്നെ അവിടെയുള്ള ഈ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡ്രൈ ഫുഡുകളുണ്ട്, വെറ്റ് ഫുഡുകളുണ്ട്, പൂച്ചയുടെ ഫുഡുണ്ട്, കിളിയുടെ ഫുഡുണ്ട്, ഗ്രൂമിംഗ് ഉണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ പറയുന്നത്, ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പെറ്റ് കൺസൾട്ടേഷൻ, പെറ്റ് പാരൻറ്റിനെ നന്നായിട്ട് ഗൈഡ് ചെയ്യാനുള്ള അനുഭവ സമ്പത്ത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കടയെ വ്യത്യസ്തമാക്കുന്നത്.